പണം ട്രാൻസ്ഫർ ചെയ്തത് 40 ലക്ഷം രൂപ അതിന്റെ പലിശ എടുത്തു എന്നുള്ളത് വ്യക്തിഗത അക്കൗണ്ടിലേക്ക് മാറ്റി. അതിലേക്ക് അപ്പാടെ വ്യാജപ്രചരണം, കള്ളപ്രചരണം, പേരുന്നുണയാണ്, കള്ളമാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ? അയാൾ ഈ ഫേസ്ബുക്ക് വഴി കൊടുത്തു എന്ന് പറയുന്ന അക്കൗണ്ട് ഏത് അക്കൗണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായില്ല? അത് നിങ്ങളിനും കൊടുക്കൂല, ഞങ്ങൾ പറയപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങൾ കൊടുക്കുക. ഏത് അക്കൗണ്ട് അത്? ആ അക്കൗണ്ട് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടാണ്. ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റി എന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ? അതെന്താ അതിനെ കുറിച്ചല്ലേ നിങ്ങൾ ഒരു വലിയ സംഭവമായിട്ട് നിങ്ങൾ വാർത്ത കൊടുത്തത്? നിങ്ങൾ ഏഷ്യാനെറ്റിലേക്ക് കൊടുത്തത്. 40 ലക്ഷത്തിൽ 25 ലക്ഷം നിങ്ങൾ അങ്ങനെ ഒരു സംഭവം ഇല്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചാൽ മതി. ആ പുസ്തകത്തിൽ എല്ലാം ഉണ്ട്. ആ പുസ്തകത്തിൽ പറയാത്ത കുറെ കാര്യമായിട്ട് ഇപ്പൊ പുറപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കണക്കൊന്നും കുഞ്ഞികൃഷ്ണനോട് ഇനി പറയേണ്ട കാര്യമില്ല. കുഞ്ഞികൃഷ്ണൻ പാർട്ടിന്റെ ഭാഗമല്ല. കുഞ്ഞികൃഷ്ണൻ കണക്ക് നേരെ KPCCയുടെ പ്രസിഡന്റിനോട് ചോദിക്കുക. വയനാട് ഫണ്ടിൽ തിരിച്ച പണം എവിടെയെന്ന് അവിടെ പോയി ചോദിക്കുക. ആ ഫണ്ടിന്റെ പങ്ക് പറ്റിയിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ, ആ പങ്ക് പറ്റിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന കുഞ്ഞികൃഷ്ണൻ ഞങ്ങളെ കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി വരണ്ട. കുഞ്ഞികൃഷ്ണൻ അതിനുള്ള അർഹതയില്ല. മനസ്സിലായില്ലേ? പയ്യന്നൂരിൽ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം വർഗവഞ്ചകരെയും ചതിയന്മാരെയും പൊറുപ്പിക്കുന്ന മണ്ണല്ല പയ്യന്നൂരിന്റെ മണ്ണ്. അത് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് മനസ്സിലാവും. എന്തുകൊണ്ട് ഈ അവസാന സമയമാകുമ്പോഴത്തേക്ക് ഈ വ്യാജ ആധാർ കാർഡ് നിർമ്മാണം, അങ്ങനെയുള്ള കള്ളവോട്ട് തുടങ്ങിയ ആരോപണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെയാണല്ലോ പറയുന്നത്. അതിന്റെ കാരണം എന്താ? അതായത് ആദ്യം പാർട്ടിക്കെതിരായിട്ട് ഞാൻ തുടക്കം തന്നെ പറഞ്ഞു, നേരത്തെ നിങ്ങളോട് സംസാരിച്ചാണ്. ടി.ഐ. മധുസൂദൻ എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവിനോട് നേരത്തെ ഉണ്ടായിട്ടുള്ള പക, ആ പക മൂത്തപ്പോ ആ പക പാർട്ടി അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. കാരണം പാർട്ടിക്ക് വസ്തുതയെ നോക്കാൻ പറ്റും. കണക്കുമായി പുറപ്പെട്ടപ്പോ പാർട്ടി പരിശോധിച്ച സമയത്ത് കുഞ്ഞികൃഷ്ണൻ പറയുന്ന കണക്കും വസ്തുതയും തമ്മിൽ പൊരുത്തമില്ല എന്ന് കണ്ടപ്പോ കുഞ്ഞികൃഷ്ണന്റെ വാദം ഞങ്ങൾ അംഗീകരിച്ചില്ല എന്ന് കണ്ടപ്പോ അവസാനമായിട്ട് പാർട്ടി പ്രവർത്തകനായിട്ട് ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ വന്നു വർക്ക് ചെയ്തു. തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ആ പക ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. മധുവിനെ എങ്ങനെ ശരിപ്പെടുത്തണം, അതിനു വേണ്ടിയിട്ടാണ് വന്ന് രംഗത്തെത്തിയത്. എന്നിട്ട് ഞങ്ങളെ തിരുത്താൻ വേണ്ടിയിട്ട്, പാർട്ടിയെ തിരുത്താൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ രംഗത്തെത്തി. ഇങ്ങനെ നുണപ്രചരണം നടത്തി കഴിഞ്ഞാൽ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും, പാർട്ടി ബന്ധുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിയും എന്നാണ് ചിന്തിച്ചത്. പക്ഷെ സാധിക്കുന്നില്ല. അവസാനം നേരെ പോയിട്ട് UDF അഭയം പ്രാപിച്ചു. സുധാകരന്റെയും രാഹുൽ ഗാന്ധിയുടെയും കാല് പിടിച്ചു. UDF പ്രചാരകനായി മാറി.